ഇന്നലെ അർദ്ധരാത്രി വരെ നീണ്ടുപോയ ചർച്ചകൾക്കൊടുവിൽ വഖഫ് നിയമ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. 288 പേർ ബില്ലിനെ അനുകൂലിച്ചു, 232 പേർ എതിർത്ത് വോട്ട് ചെയ്തു. പ്രതിപക്ഷം മുന്നോട്ട് വെച്ച ഭേദഗതികൾ ഭൂരിപക്ഷ വോട്ടോടെ തള്ളിക്കളഞ്ഞു. ബില്ല് ഇന്ന് രാജ്യസഭയിൽ വരികയാണ്. വിനീത വിജി കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. വിനീത, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ വളരെ നിർണായകമായ ഒരു രംഗമാണ് ലോക്സഭ സാക്ഷ്യം വഹിച്ചത്. എന്തായാലും ബില്ലിൽ ലോക്സഭയിൽ പാസ്സാക്കി. രാജ്യസഭയിലും ഈ ബിൽ പാസ്സാകുന്നതോടെ നിയമമാകുമെന്ന് ഉറപ്പായി. പറയൂ വിനീത, വിവരങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ സൂചിപ്പിച്ചതുപോലെ വളരെ നിർണായകമായ ഒരു ദിവസം തന്നെയായിരുന്നു ഇന്നലെ. ഏതാണ്ട് രാത്രി 2:30 വരെ ഇന്നലെ ലോക്സഭ നീണ്ടുനിന്നു. അതിനുശേഷമാണ് ലോക്സഭ പിരിഞ്ഞത്. ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് ഈ ബില്ല് കേന്ദ്ര മന്ത്രി കിരൺ റിജിജു അവതരിപ്പിച്ചു തുടങ്ങിയത്. പിന്നാലെ ഈ ബില്ലിന്മേലുള്ള ചർച്ചകളായിരുന്നു. 8 മണിക്കൂറാണ് ചർച്ചയ്ക്ക് അനുവദിച്ചിരുന്നതെങ്കിലും ആ ചർച്ച 12 മണിക്കൂറോളം നീണ്ടുപോയി. പിന്നീട് ഒരു 2 മണിക്കൂർ കൂടി അധികം പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് പിന്നീട് വോട്ടിലേക്ക് കടക്കുകയും ഒപ്പം തന്നെ മന്ത്രിയുടെ മറുപടി പ്രസംഗവും ഉണ്ടായിരുന്നു. ഇതോടുകൂടി ഏതാണ്ട് 2 മണിയോടുകൂടി ഈ ബില്ല് ലോക്സഭ പാസാക്കി. വലിയ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുള്ള വലിയ പ്രതിഷേധങ്ങൾ സഭയിൽ ഉണ്ടായിരുന്നു. NK പ്രേമചന്ദ്രൻ, KC വേണുഗോപാൽ, ET മുഹമ്മദ് ബഷീർ, K രാധാകൃഷ്ണൻ അടക്കം പ്രതിപക്ഷ MPമാർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളെല്ലാം ഒടുവിൽ വോട്ടിനിട്ട് തള്ളുകയാണ് ഉണ്ടായത്. ശക്തമായിട്ടുള്ള വാഗ്വാദങ്ങളിലേക്കും വാദപ്രതിവാദങ്ങളിലേക്കും പോയി. സുരേഷ് ഗോപിയും ഒപ്പം തന്നെ ജോർജ് കുര്യനും കേരളത്തിൽ നിന്നുള്ള MPമാരുടെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി രംഗത്തെത്തിയതോടുകൂടിയാണ് അങ്ങനെ ഒരു വാഗ്വാദത്തിലേക്കടക്കം സഭ നീങ്ങിയത്. ഒടുവിൽ 288 പേർ ഈ ബില്ലിനെ അനുകൂലിച്ചപ്പോൾ 232 പേർ ബില്ലിനെ എതിർത്തു. പ്രതിപക്ഷാംഗങ്ങളുടെ ആരോപണങ്ങളും അവരുടെ നിർദ്ദേശങ്ങളുമെല്ലാം വോട്ടിനിട്ട് തള്ളുകയും ചെയ്തിട്ടുണ്ട്. ഈ ബില്ല് ഒരു ചരിത്രം എന്നുള്ളത് തന്നെയായിരുന്നു ഇന്നലെ കേന്ദ്രമന്ത്രി കിരൺ റിജിജു മറുപടി പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ MPമാർക്കും അദ്ദേഹം നന്ദിയും അറിയിച്ചു. ബില്ല് പാസ്സാകുന്നതോടുകൂടി മുനമ്പത്തെ പ്രശ്നത്തിന് പരിഹാരമാകുമെന്നായിരുന്നു മന്ത്രി ഇന്നലെ സഭയിൽ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ ഈ ബില്ല് മുസ്ലിം വിഭാഗങ്ങൾക്ക് വിരുദ്ധമല്ല എന്നും ഈ വഖഫ് ഭൂമികൾ കൈകാര്യം ചെയ്തതിൽ ഒരു സുതാര്യത ഉറപ്പുവരുത്താൻ വേണ്ടിയാണെന്നുമാണ് കിരൺ റിജിജുവും ഒപ്പം തന്നെ അമിത്ഷാ അടക്കമുള്ളവർ ഈ ബില്ലിനെ പറ്റി സംസാരിച്ചത്. പക്ഷേ അത് രാജ്യത്തെ മതങ്ങളുടെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ വിഭജിക്കുകയാണെന്നും അതൊരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും KC വേണുഗോപാൽ അടക്കമുള്ള പ്രതിപക്ഷ MPമാർ മുന്നോട്ട് വച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത്തരം ആരോപണങ്ങളൊക്കെ തന്നെ തള്ളുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പിന്നാലെ പ്രതിവാദങ്ങളിലേക്ക് കടന്നു. ഇന്ന് ആ ബില്ല് രാജ്യസഭയിൽ കൂടി വരും. ഏതാണ്ട് 8 മണിക്കൂർ തന്നെ രാജ്യസഭയിലും ചർച്ചയ്ക്ക് സമയം അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നും ഇന്നലത്തെ പോലെ സമാന രീതിയിൽ ചർച്ചകൾ നീണ്ടുപോകാൻ തന്നെയാണ് സാധ്യത. രാജ്യസഭ കൂടി ബില്ല് പാസ്സാക്കുന്നതോടുകൂടി അത് രാഷ്ട്രപതിയുടെ കൈകളിലേക്ക് എത്തും. പിന്നീട് രാഷ്ട്രപതി അതിന് അംഗീകാരം നൽകുന്നതോടുകൂടി അത് നിയമമായി മാറും. എന്താണെങ്കിലും വലിയ പ്രതിഷേധങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നടക്കം ഇന്നും ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വലിയ ശക്തമായ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ ബില്ലിനെ എതിർക്കുന്ന സാഹചര്യമാണ് കേരളത്തിൽ നിന്നുള്ള MPമാർ അടക്കം ഇന്നലെ നമുക്ക് ലോക്സഭയിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്ത്യ മുന്നണിയും നേരത്തെ തന്നെ ഇത്തരത്തിലേക്കൊരു തീരുമാനവും എടുത്തിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് 2:30 വരെ ഇന്നലെ ലോക്സഭ നീണ്ടു. അതിനുശേഷമാണ് സഭ പിരിഞ്ഞത്. SK